പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളിച്ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. കരയുന്ന പ്രവാചകൻ എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ രണ്ടാമൻ യിരെമ്യാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട്, ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായി ഈ ഭൂമിയിലേക്ക് ജാതം ചെയ്ത ധന്യനായ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ച അനുഗ്രഹീതനായ ദൈവദാസനാണ് യിരെമ്യാവ്. ജനത്തിനു വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിന്ന് കരയുക, ജനത്തിനു വേണ്ടി ദൈവനാമത്തിൽ ദൈവ ജനത്തിനു വേണ്ടി ദൈവിക വചനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുക, കഷ്ടം സഹിക്കുക എന്നത് തൻ്റെ ഒരു വലിയ ജീവിതചര്യയാക്കി മാറ്റിയ ഒരു വലിയ ശുശ്രൂഷകൻ. ദൈവിക അരുളപ്പാട് ഇസ്രായേൽ ജനത്തോട് കാലാകാലങ്ങളിൽ ഒട്ടും മറച്ചുവെക്കാതെ അറിയിക്കുകയും ഒപ്പം അവരുടെ വീഴ്ചകൾ കണ്ട് ദൈവസന്നിധിയിൽ ഇടനില നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഗ്രഹീത ദൈവദാസൻ. പ്രവാചകൻ വളരെ വ്യക്തമായി ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ സ്നേഹത്തിന്റെ അളവുകോൽ പല നിലകളിലായി മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരധ്യായം തന്നെ 1 കൊരിന്ത്യരിൽ കൂടെ നൽകിയിരിക്കുന്നു. ഇന്ന് സ്നേഹത്തിന് വില കൽപ്പിക്കുന്നത് പണത്തിന്റെയും പ്രതാപത്തിന്റെയും കുടുംബ ശ്രേഷ്ഠതയുടെയും ജോലിയുടെയും നിലനിൽപ്പിന്റെയും എന്തെങ്കിലും കാര്യസാധ്യത്തിന്റെയും അടിസ്ഥാനത്തിലായി മാറിയിരിക്കുന്നു. സ്നേഹം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ അതുകൊണ്ടാണ് ഇന്നത്തെ യുവ തലമുറ ക്രിസ്തീയ ആത്മീയ പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ വഴി തെറ്റി നൈമനുഷികമായി താൽക്കാലികമായ ബന്ധങ്ങളുടെ പിന്നാലെ പോകുകയും മാതാപിതാക്കളെ മറന്നും ധിക്കരിച്ചും ഇന്ന് സ്വയം അവകാശവാദങ്ങൾ ഉയർത്തി ജീവിതം ഒരു വലിയ വേദനയായി ഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. എന്താണ് കാരണം? യഥാർത്ഥ സ്നേഹം അവർ ദൈവത്തിൽ നിന്നും തിരിച്ചറിയാതെയോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവേന ജീവിക്കുകയോ ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നാം ലോകത്തിൽ നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിൽ കൂടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള കൃപ, ദയ, ക്ഷമ, കരുതൽ ദീർഘമാണ്. അതെ ദൈവജനമേ,
സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ദീർഘമായി അളവില്ലാതെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. കാരണം നമ്മെ ദീർഘമായി സ്നേഹിച്ചത് കൊണ്ട് നമ്മോടുള്ള ദൈവം ദീർഘമാക്കിയിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. ഏതെങ്കിലും സാഹചര്യവശാൽ വിട്ടുകളയുന്നതല്ല, മറന്നുകളയുന്നതല്ല, പക്ഷാഭേദമുള്ളതല്ല. നമ്മളെ വഴിക്കിട്ടിട്ട് മാറിപ്പോകുന്ന സ്നേഹമല്ല ദൈവത്തിൻ്റെത്, നിത്യസ്നേഹമാണ്. ആ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചതിനാൽ നമ്മോടുള്ള ദയ ദീർഘമാണ്, കണക്കില്ലാത്തതാണ്, അളവുകോലില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും കുറവുകളും പോരായ്മകളും നന്ദികേടും പിറുപിറുപ്പും ഒക്കെ എന്നിലും നിങ്ങളിലും ഉണ്ടായിട്ടും ഞാനും നിങ്ങളും ഈ ഓഗസ്റ്റ് 20 അതിരാവിലെ കാണുവാൻ ഭാഗ്യമുണ്ടായിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ശുശ്രൂഷ കൊണ്ടോ ഒന്നുമല്ല. ഒറ്റ ഒരു കാര്യമാ, നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഈ ഒരു ബോധ്യത, തിരിച്ചറിവ് ജീവജലം ശ്രവിക്കുന്ന നമ്മിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. ആ നിത്യമായ സ്നേഹം കൊണ്ട് തമ്പുരാൻ നമ്മെ സ്നേഹിച്ചതിനാലും തന്മൂലമുള്ള ദീർഘമായ ദയ എന്നിൽ ചൊരിഞ്ഞതിനാലും ഞാൻ ഇന്ന് ഈ നന്മകൾ അനുഭവിപ്പാൻ ഭാഗ്യമുള്ളവളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ദയ കാണിക്കുവാൻ ഞാൻ നിശ്ചയമായും ബാധ്യസ്ഥയാണ് എന്നുള്ള ഒരു വലിയ ഉൾവിളി ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതെ, നമ്മൾ അനുഭവിക്കുന്ന ഈ സ്നേഹം, ഈ ദയ നമ്മിൽ കൂടെ മറ്റുള്ളവരും അറിയണം. അല്ലാതെ നാം ഇത് ദൈവത്തിൽ നിന്ന് അനുഭവിക്കുകയും മറ്റുള്ളവരോട് കോപത്തോടും ദേഷ്യത്തോടും ഈർഷ്യയോടും ദയയില്ലാതെയും ഇടപെടുന്നവരായി തീരരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു? എന്താണ് നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് എന്നെയും നിങ്ങളെയും നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള സങ്കടമായിരിക്കാം. പ്രിയ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വേദനയായിരിക്കാം. സഹോദരങ്ങൾക്ക് നിങ്ങളുടെ രക്തബന്ധങ്ങളെ കുറിച്ചുള്ള വിലാപമായിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാർ, പ്രിയപ്പെട്ടവർ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ സങ്കടമോ വിഷമമോ പരാതിയോ ഉണ്ടായിരിക്കാം. ഒരു കാര്യം വളരെ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ഈ ലോകത്തിന്റെ എല്ലാവിധ സ്നേഹങ്ങളും നിന്നുപോകും, മാറിപ്പോകും, സാഹചര്യമനുസരിച്ച് അന്യപ്പെട്ടു പോകും. എന്നാൽ എന്തെല്ലാം സാഹചര്യം വന്നാലും മാറാത്ത സ്നേഹമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിത്യമായ സ്നേഹം. ആ സ്നേഹം ഒരിക്കലും മാറുകയില്ല എന്ന് ഈ പ്രഭാതത്തിലും പറയുവാനുള്ള കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം മാത്രമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ, ആരാണീ അവൻ? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അതായത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ആ സ്നേഹം അത്രത്തോളം നിത്യമായതുകൊണ്ടും വിലയേറിയതായതുകൊണ്ടും മാറാത്തതായതുകൊണ്ടും തന്റെ പുത്രനെ ഒരു വിധത്തിൽ പറയുവാൻ കാൽവറി കൊലക്കളത്തിൽ കൊലയ്ക്ക് കൊടുക്കുവാൻ
തയ്യാറായ സ്നേഹം, ഇതാണ് നിത്യമായ സ്നേഹം. ഈ സ്നേഹം ഞാനും നിങ്ങളും അവഗണിച്ചു കളയരുത്, അഗണ്യമാക്കരുത്. അതിനുവേണ്ട വില കൊടുത്ത് ആ വലിയ സ്നേഹം പ്രാപിച്ചെടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈ സ്നേഹത്തിൽ വസിക്കുവാനും ദൈവകൃപ പങ്കിടുവാനും ഇന്ന് പകൽ നമ്മിൽ കൂടെ ഇടയാവട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടത്തോടെ ഈ രാവിലെ ദൈവവചനം കേൾക്കുന്നുവോ, പ്രിയ ശ്രോതാവേ, പ്രിയ പിതാവേ, മാതാവേ, സഹോദരി, സഹോദരങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കുകയും കരുതുകയും ക്ഷമിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവം നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സങ്കടം മാറ്റട്ടെ, ദൈവകൃപയോടെ നടത്തട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ദിനം ഉയരത്തിൽ നിന്ന് ചൊരിയട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഓഗസ്റ്റ് മാസത്തിന്റെ 20-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ലോകത്തിന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും സാഹചര്യമനുസരിച്ച് മാറി മറിയുമ്പോൾ നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് യിരെമ്യാവിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ സ്നേഹം നിത്യമായതിനാൽ ഞങ്ങളോടുള്ള ദയ അവിടുന്ന് ദീർഘമാക്കിയിരിക്കുന്നു. ആയതിനാൽ ഇന്ന് ഞങ്ങൾ നശിച്ചു പോകാതെ, അങ്ങയുടെ കോപത്തിന് പാത്രീഭൂതരാകാതെ കൃപയാൽ ജീവിക്കുവാൻ, ഇതിനെ കാണുവാൻ ഭാഗ്യമൊരുക്കിയതിനായി സ്തോത്രം. വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും അനേകം ഭാരത്തിലൂടെയും കടന്നു പോകുന്ന നിന്റെ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ആ സ്വർഗീയ സ്നേഹം അവരെ മാടി വിളിക്കുകയും സ്വർഗീയതയാൽ അവരെ ചുറ്റുകയും അവരുടെ എല്ലാ വിഷമതകളും മാറി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ അവരെ ഒരുക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കി കൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നിത്യമായ സ്നേഹത്താൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മെ ഏവരെയും കൃപയാൽ നടത്തട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതയാത്രയിൽ നിയമകാര്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബ ആവശ്യങ്ങൾ, ആരോഗ്യ ആവശ്യങ്ങൾ, സകലതിലും ഈ ദൈവസ്നേഹവും ദൈവകരുതലും തിരിച്ചറിഞ്ഞ് അനുഗ്രഹത്തോടെ പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.